ഹായ് നമസ്കാരം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 24.5 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. മൊത്തം സ്ഥലം എന്ന് പറഞ്ഞാൽ 24.5 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് ഏകദേശം 105-414 മിക്സ് ആയിട്ടുള്ള 3500ഓളം റബ്ബറുകളുടെ കിടിലൻ ഒരു പ്ലോട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. റബ്ബർ തോട്ടങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണെന്ന് നിങ്ങളെ കാണിക്കാൻ പോണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ നമ്മളെ പ്ലോട്ടിനകത്തോട്ടുള്ള വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞിട്ടോ. നമുക്ക് ഈ റോഡ് വരുന്ന ബയാർന്ന് പൈവളിക പോണ റോഡിൽ ധർമ്മടക്ക ജംഗ്ഷനിൽ വരുന്ന റോഡാണ് കേട്ടോ. അത് ഈ കാണുന്ന റോഡാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആവള ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ പൈവളിക പഞ്ചായത്തിലും അതുപോലെ ബയാർ വില്ലേജിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ താലൂക്ക് വരുന്ന നമുക്ക് മഞ്ചേശ്വരം താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാക്കണേ ഇത് നമ്മൾ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ട ഫസ്റ്റ് എൻട്രിയാണ്. ഈ കാണുന്ന ഗേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വലിയ വണ്ടി അടക്കം നമ്മളെ പ്ലോട്ടിനകത്തോട്ട് ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റബ്ബർ തോട്ടമൊക്കെ സ്വന്തമായിട്ടൊക്കെ മേടിക്കണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ്. പിന്നെ ഇത് അടുത്തൊക്കെ വീടുകളെല്ലാം ഉണ്ട്. നമ്മൾ ഒരു 24.5 ഏക്കർ സ്ഥലത്തിൻ്റെ ചുറ്റുപാടിനും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിലും പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. വാഹനങ്ങളൊക്കെ വരാനുള്ള റോഡ് കണ്ടില്ല ഞങ്ങൾ. റോഡൊക്കെ നമ്മളെ പ്ലോട്ടിൻ്റെ അങ്ങേ തല വരെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് നമ്മളെ പ്ലോട്ട്. മൊത്തം 24.5 ഏക്കർ സ്ഥലം. നമ്മൾ ഈ ഒരു സ്ഥലം കാസർഗോഡ് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 36 കിലോമീറ്ററും ബായാറാണ് അടുത്ത ടൗണിൽ വരുന്നത്. ബായാറിന് ഏകദേശം ഒരു 4 കിലോമീറ്ററും പൈവളികയെന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററും. പിന്നെ നമുക്ക് നാഷണൽ ഹൈവേ NH66 കായിക്കമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 15 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. മഞ്ചേശ്വരത്തോട്ട് ഏകദേശം 15 കിലോമീറ്ററാണ് ദൂരം. ഇനി നമുക്ക് റബ്ബർ മരങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് എത്തിയിട്ടുണ്ടോ. എന്താണ് ഇപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഒരു ഇവിടുന്നുള്ള ഒരു ഏകദേശമുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ. ഫുള്ള് റബ്ബറാണ്. മൊത്തം 3500ഓളം റബ്ബറുകളുണ്ട്. അതിനകത്ത് 2500ഓളം 105 ഇനത്തിൽ പെട്ടിട്ടുള്ളൂ. പിന്നെ 1000ഓളം നമുക്ക് 430 ഇനത്തിലും പെട്ടിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1000ഓളം 430 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഇവിടെ വരി നമുക്ക് റബ്ബറുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള റബ്ബറുകൾ പറഞ്ഞാൽ. ഇതൊക്കെ 430 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ടാപ്പിംഗ് ആക്കിയിട്ട് 8-ാം വർഷമായിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ നല്ല ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. അതങ്ങോട്ട് മൊത്തത്തിൽ റബ്ബർ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിനകത്തുള്ളത്. കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ റബ്ബർ തോട്ടം പാടത്തിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് നല്ലൊരു റബ്ബർ തോട്ടം തന്നെ വിലയ്ക്ക് മേടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന റബ്ബറുകൾ കണ്ടില്ലെങ്കിൽ ഒക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണുകയും ചെയ്യാം. ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ളത് കാണുന്നത് കേട്ടോ. പിന്നെ ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലോ അതുപോലെ പാരെടുത്തുകൊണ്ട് നടക്കാനാണെങ്കിലോ ഒക്കെ സുഖമാണ്. പ്ലാറ്ററൊക്കെ ഫുള്ള് ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇതാകണേ നമ്മളിപ്പോൾ വന്ന വഴിയാണ് കേട്ടോ ആ കാണുന്നത്. നമ്മളെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. ഇങ്ങനെ റോഡ് ഫുള്ള് അങ്ങേ തല വരെ റോഡുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനെന്ന് പറഞ്ഞാൽ കുളമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തുരങ്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ഭാഗത്താണ് തുരങ്കം വരുന്നുണ്ട്. 3-4 തുരങ്കം നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുളങ്ങൾ ഏകദേശം 2 കുളമുണ്ട്. പിന്നെ ബോർവെല് 3 ബോർവെല്ലാണുള്ളത്. കണ്ടില്ല ഞങ്ങൾ ഫുള്ള് ഇതാണ് ഇതേപോലെ കിടക്കുന്ന പ്ലോട്ടാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഇപ്പോൾ ഈ റോഡ് പോകുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി അങ്ങനെ പോകാണ്ട്. കുറച്ച് അതുവരെ അങ്ങനെ കിടക്കുകയാണ്. ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക കിടിലനൊരു തോട്ടം. റബ്ബർ എന്ന് പറഞ്ഞാൽ ഏകദേശം 250ഓളം രൂപ per കിലോയ്ക്ക് റേറ്റ് ഉണ്ട് കേട്ടോ. റബ്ബർ തോട്ടങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്ലോട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഫുള്ള് കണ്ടില്ല ഞങ്ങൾ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും മേലെ ഒരു 4 ഏക്കർ പ്ലോട്ട് പിന്നെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. വെട്ടുകല്ല് വെട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന പ്ലോട്ടാണ് കേട്ടോ. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്ത് നിന്നോളി. വീഡിയോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക കേട്ടോ. ആണ് നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. കുറേ നടക്കാനുണ്ട് കേട്ടോ. 24.5 ഏക്കർ നടക്കാറുണ്ട്. കുറച്ച് എന്താ പറയുക കുറേ ദൂരം നടക്കാനുണ്ട്. ആണ് ആ കാണുന്ന ഒരു വീടുണ്ട്. പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണിക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യത്തിന്
താമസിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു തോട്ടമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് താമസിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ പറ്റുന്ന പ്ലോട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് മൊത്തം 24.5 ഏക്കർ പ്ലോട്ടാണെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ഒരു 3 ഏക്കറും കൂടി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇതാകണം. ഈ കാണുന്നത് ഒരു വെള്ളത്തിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കൂടി സെയിലാവും. അപ്പം മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് 27.5 ഏക്കർ പ്ലോട്ടായിട്ട് വരും കേട്ടോ. ഇതൊരു മിനറൽ വാട്ടറിൻ്റെ ഒരു ഫാക്ടറിയാണ്. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ടാകുമ്പോൾ ഒരു 27.5 ഏക്കർ വരും. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഇതാണ് ഇവിടെ ഒരു കുളമുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നിലവിലിപ്പോൾ റണ്ണിങ് അല്ല. പിന്നെ അതിൻ്റെ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഇപ്പം അതിനകത്തുണ്ട്. ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള കിണർ. ഈ പൈപ്പ് വെള്ളമൊക്കെ വരുന്നത് നമുക്ക് തുരങ്കത്തുനിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഈ പൈപ്പ് കൂടെയാണ് തുരങ്കത്തിനകത്തുനിന്ന് മേലെന്ന് അതിനകത്തുനിന്ന് വെള്ളം അങ്ങോട്ട് വരുന്നത്. ഇതാണ് നമ്മളെ ഇതിനകത്തുള്ളൊരു കുളം ഉള്ളത്. ഇതേപോലത്തെ ഒരു കുളം കൂടി മേലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും മീനൊക്കെ വളർത്തണമെങ്കിൽ അതിനുള്ള സ്ഥലം ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിനകത്തുള്ള കുളം. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. 365 ദിവസം ഇതാണ് ഇതേപോലെ വെള്ളം കിട്ടും. ഇതാണ് ആ കാണുന്നത് തന്നെയാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട്. ഇനി അതും കൂടി ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പിള്ളേർ പണിക്കാരൊക്കെ വന്ന് താമസിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നതിൻ്റെ നമുക്ക് പിന്നെ ബായാറിലെത്തിക്കഴിഞ്ഞാൽ അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ നമുക്ക് ആരാധനാലയങ്ങൾ നമുക്ക് പിന്നെ മുസ്ലിം പള്ളി നമുക്ക് ഇവിടെ അടുത്ത് തന്നെ മുസ്ലിം പള്ളി ഉണ്ട്, ഏകദേശം നടക്കാനുള്ള ദൂരത്തിൽ. പിന്നെ അമ്പലമൊക്കെ ആണെങ്കിലും അടുത്തുണ്ട്. ചർച്ച് വരുന്നത് പെർമൂദ ഉണ്ട്, അതുപോലെ തന്നെ കയ്യാറുണ്ട്, പിന്നെ ബേള ചർച്ച് ഉണ്ട്. അങ്ങനെ ചർച്ചുകളൊക്കെ ഇഷ്ടംപോലെ ചർച്ചുകളുണ്ട്. പിന്നെ ഹൊസങ്കടിയിൽ ചർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാൽ ഈ മിനറൽ വാട്ടറിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ളത് കേട്ടോ. വാഹനങ്ങളൊക്കെ നമുക്ക് ഇതുവരെ വരുന്ന രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ജനറേറ്ററാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ ഫാക്ടറി ഇത് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ മെഷീനറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. മൊത്തത്തിൽ വേണമെങ്കിൽ ഈ ഒരു പ്ലോട്ടും ഇത് 3.5 ഏക്കറും അത് നേരത്തെ പറഞ്ഞ 24.5 ഏക്കർ പ്ലോട്ടാണ്. ഇത് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ 24.5 ഏക്കർ പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കും കേട്ടോ. ഇതിൻ്റെ മെഷീനറിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇതിനകത്തുണ്ട്. പിന്നെ ഈ ഒരു 3 ഏക്കർ പ്ലോട്ടിനകത്ത് നമുക്ക് ഏകദേശം ഒരു 75ഓളം കവുങ്ങുണ്ട്, ഏകദേശം ഒരു 35ഓളം തെങ്ങുകൾ നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഒരു വീട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ. വീടൊക്കെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പാകത്തിനുള്ള വലിയ വീട് തന്നെയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മച്ചക്കെട്ടുള്ള വീടാണ്. ഏകദേശം 4 ബെഡ്റൂമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വീടിനകത്തുള്ളത് കേട്ടോ. പണിക്കാർക്ക് നിൽക്കണ പണിക്കാർക്ക് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യത്തിനുള്ള അത്യാവശ്യം ചെറിയൊരു മെയിൻ്റനൻസ് വർക്കും കൂടി കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള മീൻകുളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഈ 3 ഏക്കർ പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 75ഓളം കവുങ്ങുകളുണ്ട്. പിന്നെ നമുക്ക് തെങ്ങുകൾ ഏകദേശം ഒരു 35ഓളം തെങ്ങുകൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 24.5 ഏക്കർ പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 100-300ഓളം കവുങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഒരു 15ഓളം തെങ്ങുകൾ നമുക്ക് 24.5 ഏക്കർ പ്ലോട്ടിലുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മളെ ഷീറ്റ് അടിച്ച് ഉണക്കാനുള്ള പുകപ്പരയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് വെള്ളത്തിൻ്റെ. പിന്നെ നമുക്ക് ആടിനെ വളർത്താം, പോത്തിനെ വളർത്താം. അതിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. പുകപ്പര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ പുകപ്പരയാണ് കേട്ടോ. ഏകദേശം ഒരു 1000-1200ഓളം ഷീറ്റ് നമുക്ക് ഇതിനകത്ത് പുകയിടാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള മെഷീൻ പെര. നമുക്ക് എന്താ പറയുക, ഒരു റബ്ബർ തോട്ടമൊക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കുക പുകപ്പര ഉണ്ടോ, ഷീറ്റ് അടിക്കാനുള്ള സൗകര്യം ഉണ്ടോ, എല്ലാ സൗകര്യങ്ങളും നമ്മൾ നോക്കും. ഇതാണ്ട് നിങ്ങൾ ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള മെഷീനൊക്കെ ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ ഉണ്ട് നമുക്ക് ഈ ഒരു ഇതിനകത്ത്. എന്താ പറയുക, ഷീറ്റ് അടിക്കാനും എന്താ പറയുക നിന്ന് തീരാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ ഉണ്ട് കേട്ടോ. ഷീറ്റ് ഉറയിക്കാനാണെങ്കിൽ അവിടെ സൗകര്യമുണ്ട്. എല്ലാം നല്ല സൗകര്യം തന്നെയാണ്. പിന്നെ വേറെ സൗകര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പുകയത്തോട്ട് കയറ്റുകയും ചെയ്യാം. പിന്നെ ഇതേപോലത്തെ പ്ലാവുകളുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഇത് കണ്ടില്ല, ഇങ്ങനെ കിടക്കുകയാണ് നമ്മളെ പ്ലോട്ട്. മൊത്തത്തിൽ 24.5 ഏക്കർ ഇതാണ്, ഇതേപോലെ കിടക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മേലെ പോയിട്ട് കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ
നമ്മൾ പ്ലോട്ടിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതായത് കവുങ്ങുന്തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കവുങ്ങുകളാണ് നമുക്ക് നോക്കി ഏകദേശം 100-300 കവുങ്ങുകളാണ് നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനയ്ക്കാനായിട്ട് ഇതാക്കണം എല്ലായിടത്തും പൈപ്പിൻ്റെ കണക്ഷനെല്ലാം ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതാക്കണം ഫുള്ള് സ്പ്രിംഗ്ലറെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് വേനൽക്കെല്ലാം നനയ്ക്കാനൊക്കെ സൗകര്യത്തിന് അതുപോലെ സ്പ്രിംഗ്ലറെല്ലാം മൊത്തത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കവുങ്ങിൻ്റെ ഇടയ്ക്കിൽ അതുപോലെ ജാതിൻ്റെ തൈകളെല്ലാം ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. കവുങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങാണ് കേട്ടോ. നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള കവുങ്ങാണ്. പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് രണ്ടാമത്തെ കുളം എന്ന് പറഞ്ഞാൽ അടുത്തതാക്കണ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് പറമ്പ് നനയ്ക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടണതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാമൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ല കിടിലൻ പ്ലോട്ട് തന്നെയാണ്. നോക്കി ഞങ്ങൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു തുരങ്കം കൂടി ഉണ്ട് അതിനകത്തൂടെ ആ പൈപ്പ് കൂടെ വെള്ളം വരുന്നുണ്ട്. അത് തുരങ്കത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് തുരങ്കത്തിൽ നിന്നാണ് ആ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത്. അപ്പോൾ അതേപോലെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ച് സ്ഥലം ഒരു 4 ഏക്കർ സ്ഥലം കാലി സ്ഥലം ഇതിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പോയിട്ട് നോക്കട്ടോ. പോയോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് മേലെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാക്കണം ഫുള്ള് റബ്ബർ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏകദേശം 3500ഓളം റബ്ബറുകളുള്ള അതിനകത്ത് 2500ഓളം നമുക്ക് റബ്ബറുകൾ 105 എണ്ണത്തിൽപ്പെട്ട ഇതേമാർക്കുള്ള റബ്ബറുകളാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നല്ല കിടിലൻ റബ്ബറുകളാണ്. നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാട്ടോ. ടേപ്പിംഗ് ആക്കിയിട്ട് 8-ാം വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകളാണ് ഈ കാണുന്നത്. പിന്നെ പ്ലാറ്ററൊക്കെ നോക്കിയാൽ ടേപ്പിംഗ് ആക്കി നടക്കാനും പാലെടുത്തുകൊണ്ട് നടക്കാനൊക്കെ സുഖമാണ്. നല്ല ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ പ്ലോട്ട് ഇതാക്കണം കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ചുറ്റും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ കവുങ്ങും സംഭവങ്ങളൊക്കെ കാണാം. നമുക്ക് മൊത്തം ഇങ്ങനെ പച്ചപ്പായി കിടക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പ്ലാറ്ററൊക്കെ ഫുള്ള് ക്ലിയർ ആയി കിടക്കുകയാണ്. ഇതൊക്കെ ഇപ്പം മഴക്കാലാണ് കുറച്ചൊന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാടായിട്ടുണ്ടോ. കാടൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് നല്ല ക്ലിയർ ആയി കിടക്കും കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഇപ്പോൾ 2 കുളം കണ്ടില്ലേ. ഇനി അടുത്ത 3ാമതൊരു കുളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു കുളം കൂടി ഉണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാക്കണേ ആ ഒരു ഭാഗത്താണ് നമുക്ക് 3ാമത്തെ. അപ്പോൾ അവിടെയാണ് കുളം. നമുക്ക് ഇവിടുന്ന് അടുത്തുനിന്ന് അത്ര കാണൂല. അപ്പോൾ അവിടെയാണ് 3ാമത്തെ കുളമുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഒരു 4 ഏക്കർ കാലി സ്ഥലം ഉണ്ട്. അവിടെ വെട്ടുകല്ലിൻ്റെ പണയൊക്കെ ആക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനി നമുക്ക് അവിടെയാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് നോക്കട്ടോ. പോയി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഏക്കർ പ്ലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഈ കാണുന്നതാണ് കേട്ടോ. അതിനകത്തോട്ട് വരാനുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വെട്ടുകല്ലൊക്കെ വെട്ടാൻ പാകത്തുള്ള അങ്ങോട്ടൊക്കെ ചെങ്കൽപ്പാറകളുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇവിടെ കണ്ടില്ല നിങ്ങൾ വെട്ടുകല്ലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വെട്ടുകല്ല് വെട്ടാൻ പാകത്തുള്ള 4 ഏക്കർ പ്ലോട്ട് ഇതാക്കുന്നത്. ഈ കാണുന്ന 4 ഏക്കർ സ്ഥലം നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു 4 ഏക്കർ പ്ലോട്ട്. ഇതിനകത്ത് പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ഒരു ബോർവെല്ലൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മൊത്തം സ്ഥലം 24.5 ഏക്കർ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 15,000 രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ 98 95 18 18 86 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ.